നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക്. ലോസ് ഏഞ്ചൽസിലെ കുടിയേറ്റ റെയ്ഡിനെതിരായ ട്രംപ് വിരുദ്ധ പ്രതിഷേധങ്ങൾ അക്രമാസക്തം. പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒരു ഓസ്ട്രേലിയൻ റിപ്പോർട്ടർക്ക് റബ്ബർ ബുള്ളറ്റ് വെടിയേറ്റു. പ്രക്ഷോഭം നേരിടാൻ നാഷണൽ ഗാർഡ് സേന രംഗത്ത്. ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസം. സ്വേച്ഛാധിപതിയെപ്പോലെ പെരുമാറുന്ന ട്രംപ് സ്ഥാനമൊഴിയണമെന്നും ന്യൂസം. എപ്സ്റ്റീൻ ഫയലുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന എക്സിലെ വിവാദ വെളിപ്പെടുത്തൽ പോസ്റ്റ് പിൻവലിച്ച് ഇലോൺ മസ്ക്. ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US-ലേക്കുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം തിങ്കളാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വന്നു. നിരോധനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ ഹെയ്തിയിലെ പൗരന്മാരും. യൂറോപ്പിലെ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത കാറ്റും മഴയും മിന്നലും. വിക്ടോറിയയിലെ ആൽപൈൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയ 13 വാഹനയാത്രക്കാരെ രക്ഷപ്പെടുത്തി. ദുബായിലെ 40 സ്ഥലങ്ങളിൽ വേനൽക്കാല ഗതാഗത നവീകരണ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ബഹ്റിനിലെ അടുത്തയാഴ്ച മുഴുവൻ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. മൂന്നാം മോദി സർക്കാർ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന് സർവേ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാജ്യത്തെ 88% ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നതായി ന്യൂസ് 18 വാർത്താ ചാനലിന്റെ സർവേ. വാർത്തകൾ വിശദമായി. ലോസ് ഏഞ്ചൽസിലെ കുടിയേറ്റ റെയ്ഡിനെതിരായ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒരു ഓസ്ട്രേലിയൻ റിപ്പോർട്ടർക്ക് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയേറ്റു. ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റും നാഷണൽ ഗാർഡ് സേനയും ഉൾപ്പെടെയുള്ള സേന ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധിച്ച ജനക്കൂട്ടവുമായി പലതവണ ഏറ്റുമുട്ടി. 9 ന്യൂസ് US ലേഖ ലോറൻ തോമസി ക്യാമറയ്ക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യവെയായിരുന്നു വെടിയേറ്റത്. LAPD പ്രതിഷേധക്കാർക്ക് നേരെ റബ്ബർ ബുള്ളറ്റുകൾ പ്രയോഗിച്ചതിനിടെയാണ് മാധ്യമപ്രവർത്തക വെടിയേറ്റ് വീണത്. സോഷ്യൽ മീഡിയയിലെ 9 പോസ്റ്റ് ചെയ്ത ഫ്യൂട്ടേജിൽ ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടറുടെയും അവരുടെ ക്യാമറ ഓപ്പറേറ്ററുടെയും ദിശയിലേക്ക് ലക്ഷ്യമിടുകയും തുടർന്ന് വെടിയുതിർക്കുകയും ചെയ്യുന്നതായി കാണിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടിയെ എതിർത്ത ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ലോസ് ആഞ്ചൽസ് സംസ്ഥാനത്തെ അധികാരികളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ഡൊണാൾഡ് ട്രംപ് ദേശീയ ഗാർഡ്സിനെ വിന്യസിച്ചതിനെതിരെ വിമർശനവും രൂക്ഷമാവുകയാണ്. ഞായറാഴ്ച ആയിരക്കണക്കിന് പ്രകടനക്കാർ സിറ്റി ഹാൾ, ഫെഡറൽ കോടതി, അറസ്റ്റിലായ പ്രതിഷേധക്കാരെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു തടങ്കൽ കേന്ദ്രം എന്നിവയ്ക്ക് ചുറ്റുമുള്ള തെരുവുകൾ തടിച്ചുകൂടി. അവർ ഒരു പ്രധാന ഫ്രീവേയും സ്തംഭിപ്പിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർ നിരവധി സ്വയംഭരണ വാഹനങ്ങൾ തീയിട്ടു. പ്രക്ഷോഭക്കാരെ നേരിടാൻ ലോസ് ഏഞ്ചൽസുകൾക്ക് ദേശീയ ഗാർഡ് സൈനികരെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഭയാനകമായ അധികാര ദുർവിനിയോഗമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. US-ലുടനീളമുള്ള മറ്റ് ഡെമോക്രാറ്റിക് ഗവർണർമാർ എന്നിവർ വിമർശിച്ചു. ഒരു പ്രസിഡന്റിനെ പോലെയല്ല, സ്വേച്ഛാധിപതിയെ പോലെയാണ് ട്രംപിന്റെ പ്രതികരണമെന്നും ട്രംപ് സ്ഥാനമൊഴിയണമെന്നും നിയമവിരുദ്ധമായ വിന്യാസം പിൻവലിക്കണമെന്നും ന്യൂസം ആവശ്യപ്പെട്ടു. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന എക്സിലെ വിവാദ വെളിപ്പെടുത്തൽ പോസ്റ്റ് പിൻവലിച്ച് ഇലോൺ മസ്ക്. ഇരുവരും തമ്മിലുള്ള വാക്പോര് സമൂഹ മാധ്യമങ്ങൾ തുടരുന്നതിനിടെയാണ് എപ്സ്റ്റീൻ ഫയലുകൾ ട്രംപിന്റെ പേരും ഉണ്ടെന്ന കാര്യം മസ്ക് വെളിപ്പെടുത്തിയത്. ഇത് വിവാദമായതോടെ മസ്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ട്രംപുമായുള്ള സന്ധി സംഭാഷണത്തിന് പിന്നാലെയാണ് മസ്ക് തന്റെ പോസ്റ്റ് പിൻവലിച്ചതെന്നും സൂചനയുണ്ട്. എപ്സ്റ്റീന്റെ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ട് എന്നായിരുന്നു മസ്ക് വ്യാഴാഴ്ച എക്സിൽ കുറിച്ചത്. ആ കേസിന്റെ റിപ്പോർട്ട് ട്രംപ് രഹസ്യമായി വെച്ചിരിക്കുന്നതും പുറത്തു വിടാത്തതും അതുകൊണ്ടാണെന്നുമാണ് മസ്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു. കോടതി രേഖകൾ, സാക്ഷ്യപത്രങ്ങൾ, ലൈംഗിക കടത്തുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയുടെ ഒരു ശേഖരമാണ് എപ്സ്റ്റീൻ ഫയലുകൾ. എപ്സ്റ്റീൻ ഫയലുകൾ നിരവധി പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ചില പേരുകൾ കോടതി ഉത്തരവിട്ടത് കാരണം തടഞ്ഞുവെച്ചിരിക്കുകയാണ്. അതേസമയം ട്രംപിനെതിരെ മസ്ക് രംഗത്ത് വന്നതോടെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയടക്കം ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തുകയും വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് FBI-യോടും നീതിന്യായ വകുപ്പിനോടും ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US-ലേക്കുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം തിങ്കളാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വന്നു. 2017 ട്രംപിന്റെ ആദ്യ യാത്രാ നിരോധനം 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇത്തവണ പുതുതായി ഏർപ്പെടുത്തിയ നിരോധനം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ ഹെയ്തിയിലെ പൗരന്മാരും ഉൾപ്പെടുന്നു.
പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് യുഎസിലെ ഹെയ്തിക്കാരെ അധിക്ഷേപിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തം പങ്കുവച്ചത് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ദേശീയ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി എന്ന് ആരോപിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യുഎസിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അപകടകാരികളായി വിദേശികളിൽ നിന്നും യുഎസ് പൗരന്മാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നതാണ് വിലക്കിന്റെ ലക്ഷ്യം. യുഎസിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സുരക്ഷയും താൽപര്യവും മുൻനിർത്തി താൻ പ്രവർത്തിക്കുമെന്നും ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസ് സന്ദർശിക്കുന്നതിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊളറാഡോ സംസ്ഥാനത്ത് ഒരു ഈജിപ്ഷ്യൻ പൗരൻ നടത്തിയ ഭീകരാക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് കർശനമായ യാത്രാ വിലക്കും 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തുന്നതുമായ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. ജനുവരി 20 പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം യുഎസ് ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയവും ദേശീയ രഹസ്യാന്വേഷണ വിഭാഗവും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. യുഎസിനെതിരെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അവിടെ നിന്നുള്ള പൗരന്മാർക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് ദേശീയ സുരക്ഷയെ ബാധിക്കുമോ എന്ന് പരിശോധിക്കാനുമായിരുന്നു ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നത്. 2ാം തവണയും അധികാരത്തിലെത്തിയ 5 മാസത്തിനു ശേഷമാണ് 12 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വിലക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുന്നത്. ആദ്യത്തെ തവണ അദ്ദേഹം മുന്നോട്ട് വെച്ച കുടിയേറ്റ വിരുദ്ധ അജണ്ട പുനരുജ്ജീവിപ്പിക്കുന്ന ഉത്തരവ് ജൂൺ 4 വൈകിയാണ് പ്രഖ്യാപിച്ചത്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് തടയാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന നിരോധനം ജൂൺ 9 പുലർച്ചെ 12:01 മുതൽ പ്രാബല്യത്തിൽ വരും. പൂർണ്ണ പ്രവേശന നിരോധനം മുതൽ നിർദ്ദിഷ്ട വിസ വിഭാഗങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ വരെ ഇതിലുണ്ട്. അപര്യാപ്തമായ പരിശോധനാ സംവിധാനങ്ങളുള്ളതും അമേരിക്കയ്ക്ക് അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന് കണക്കാക്കുന്നതുമായ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, കോങ്കോ, ഇഗ്വോറിയ, ഗിനി, എറിത്രിയ, ഹെയ്റ്റി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക്. ഇത് കൂടാതെ ബുറണ്ടി, ക്യൂബ, ലാവോസ്, സിയേറ ലിയോൺ, ടോങ്കോ, തുർക്ക്മെനിസ്ഥാൻ, വെനിസ്വേല എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കും യുഎസ് സന്ദർശിക്കുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് സ്ഥിരമായ കുടിയേറ്റ വിസകളോ താൽക്കാലിക ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിസകളോ ലഭിക്കില്ല. പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ തൊഴിൽ വിസകൾ അനുവദിക്കൂ. അതിൽ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇളവുകൾ നൽകുകയും കുറഞ്ഞ കാലയളവുകളോടുകൂടി മാത്രമേ അനുവദിക്കൂ. പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ 12 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ യുഎസ് തൊഴിലുടമകൾ സ്പോൺസർ ചെയ്യാൻ കഴിയില്ല. ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഹ്രസ്വകാല അല്ലെങ്കിൽ പരിമിതമായ വിസകൾ മാത്രമേ ലഭിക്കൂ. സാധുവായ വിസകൾ ഉണ്ടെങ്കിൽ പോലും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ജീവനക്കാർക്ക് വീണ്ടും പ്രവേശിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ഇതിനു പുറമെ വിസ ലഭിക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിരോധനം കൊണ്ടുവന്നു എന്നതിന് 3 കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രേഖകളുടെ സുരക്ഷയും പരിശോധനകളുടെ അഭാവവും, വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും രാജ്യത്ത് തുടരുന്ന സാഹചര്യം, തീവ്രവാദ വിരുദ്ധ സംഘടന സർക്കാരുമായുള്ള ബന്ധം എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ലിബിയ, എറിത്രിയ, സൊമാലിയ, സുഡാൻ, യമൻ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങൾക്ക് പാസ്പോർട്ടുകൾ നൽകുന്നതിനോ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനോ പൗരന്മാരെ പരിശോധിക്കുന്നതിനോ വിശ്വസനീയമായ സംവിധാനങ്ങൾ ഇല്ലാത്തതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയോ ഗിനി, ഹെയ്റ്റി, ബ്യൂറൻ, ലാവോസ്, സിറിയോ ലിയോൺ, ടോങ്കോ, തുർക്ക്മെനിസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുഎസിൽ വിസ കാലാവധി കഴിഞ്ഞും താമസിച്ചിരുന്നവരാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, ലിബിയ, ക്യൂബ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ വിലക്കിൽ ഉൾപ്പെടുത്തിയത്. വിലക്കും പ്രവേശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസ് പൗരത്വം പ്രതീക്ഷിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഗ്രീൻ കാർഡ് ഉടമകൾക്ക് യാത്രാ നിരോധനത്തിൽ ഇളവ് നൽകുമെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിരോധിത രാജ്യങ്ങളിലൊന്നിന്റെയും അമേരിക്കയുടെയും ഇരട്ട പൗരത്വമുള്ള ആളുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. 2026 ലോകകപ്പിന്റെയും 2028 ഒളിമ്പിക്സിന്റെയും ആതിഥേയന്മാർ അമേരിക്കയായതിനാൽ കായിക മത്സരങ്ങൾക്കായി യാത്ര ചെയ്യുന്ന അത്ലറ്റുകൾക്കും പരിശീലകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ട്.
US പൗരന്മാരായി നേരിട്ട് കുടുംബ ബന്ധം പുലർത്തുന്നതിലൂടെ വിസ തേടുന്ന വ്യക്തികളെയും ഇത് ബാധിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ഭരണകൂടം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ കാരണം UK സർക്കാരിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന മുൻ നഗരമന്ത്രി തുലിപ് സിദ്ദിഖ് തനിക്കെതിരായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനിസിന് കത്തയച്ചു. യൂനിസിന്റെ ലണ്ടൻ സന്ദർശന വേളയിൽ നേരിട്ട് കാണാനാണ് അനുമതി തേടിയത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണെന്നാണ് അഭിഭാഷകർ വഴി യൂനിസിനെ തുലിപ് സിദ്ദിഖ് അറിയിച്ചത്. ഏതെങ്കിലും ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് അധികാരികൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അവർ അവകാശപ്പെട്ടു. അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ദുരുപയോഗത്തിലൂടെ സിദ്ദിഖോ അമ്മയോ ബംഗ്ലാദേശിൽ 7200 ചതുരശ്ര അടി ഭൂമി കൈപ്പറ്റിയെന്ന ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷന്റെ അവകാശവാദം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ തുലിപ് സിദ്ദിഖ് നിഷേധിച്ചു. യൂറോപ്പിന്റെ ഏറെ ഭാഗങ്ങളിൽ തുടർച്ചയായ ഇടിമിന്നൽ മഴയും കനത്ത കാറ്റും ആലിപ്പഴ വർഷവും കാരണം ദിവസങ്ങളായി ജനജീവിതം ദുസ്സഹമാണ്. ശക്തമായ കൊടുങ്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വീശിയതിനാൽ കഠിനമായ കാലാവസ്ഥ മധ്യ ഫ്രാൻസിനെ സാരമായി ബാധിച്ചു. ലോയർ, പുയ് ഡി ഡോം എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ശക്തമായ ഇടിമിന്നലിൽ നിന്നും കാര്യമായ നാശനഷ്ടങ്ങൾ നേരിട്ടു. കൊടുങ്കാറ്റ്, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ് എന്നിവ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വാഹനങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. വിക്ടോറിയയിലെ ആൽപൈൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയ 11 വാഹനയാത്രക്കാരെയും 2 ഹൈക്കർമാരെയും തിരച്ചിൽ സംഘം രക്ഷപ്പെടുത്തി. ടാർഗോ ഹൈ പ്ലെയിൻസ് റോഡിനടുത്തുള്ള ബ്ലൂ റാക്ക് റേഞ്ച് ട്രാക്കിന് ചുറ്റും 50 സെന്റിമീറ്റർ മഞ്ഞ് വീണതിനെ തുടർന്ന് ശനിയാഴ്ച രാത്രി മൗണ്ട് ഹോപ്താവിന് സമീപം വാഹനങ്ങളിൽ കുടുങ്ങിയ 13 യാത്രക്കാരെയാണ് രക്ഷപ്പെടുത്തിയത്. വാൻഗറട്ട സ്കീ ക്ലബ്, കൺട്രി ഫയർ അസോസിയേഷൻ, മൗണ്ട് ഹോംതാം ആൽപൈൻ റിസോർട്ടിൽ നിന്നുള്ള സ്നോ പ്ലോവ് എന്നിവയിലെ അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നതായി SES യൂണിറ്റ് അറിയിച്ചു. ചാൾസ് രാജാവിന്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി അടുത്തയാഴ്ച ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പദവി നൽകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇംഗ്ലണ്ടിനായി 100-ലധികം തവണ കളിക്കളത്തിലിറങ്ങുകയും ദരിദ്രരായ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതുമായ ബെക്കാമിന് അംഗീകാരമായാണ് നൈറ്റ്ഹുഡ് നൽകുക. കിങ് ചാൾസ് മൂന്നാമന്റെ ജന്മദിനത്തിൽ ആദരിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ 50-കാരനായ ബെക്കാമിന്റെ പേര് ഉൾപ്പെടുത്തുകയും സർ പദവി ഏറ്റെടുക്കുകയും ചെയ്യും. ഫാഷൻ ഡിസൈനറും മുൻ സ്പൈസ് ഗേൾസ് അംഗവുമായ അദ്ദേഹത്തിന്റെ ഭാര്യ വിക്ടോറിയ ലേഡി ബെക്കാം എന്ന പേര് സ്വീകരിക്കുമെന്നും ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 115.90 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.49 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 97.67 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ. ഇനിയൊരു ഇടവേള. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ദുബായിലെ 40 സ്ഥലങ്ങളിൽ വേനൽക്കാല ഗതാഗത നവീകരണ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഉടൻ തുടങ്ങുന്ന വികസന പദ്ധതികൾ സെപ്റ്റംബർ വരെ തുടരും. 22 പ്രധാന റോഡുകൾ, 9 സ്കൂൾ മേഖലകൾ, 5 വികസന മേഖലകൾ, അൽ ഖനാവ്ജി 2, നാദ് അൽ ഷെബ എന്നിവ ഉൾപ്പെടെ വിവിധ ഡിസ്ട്രിക്റ്റുകളിലെ ആഭ്യന്തര റോഡ് ശൃംഖലകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാണ് റോഡ് വിപുലീകരണവും നവീകരണവും നടത്തുകയെന്ന് RTA വ്യക്തമാക്കി. പ്രധാന റോഡുകളുമായി താമസ കേന്ദ്രങ്ങളെയും സ്കൂളുകളെയും ബന്ധിപ്പിച്ച് ഗതാഗത സുരക്ഷ ഉറപ്പാക്കും. ബഹ്റൈനിൽ അടുത്തയാഴ്ച മുഴുവൻ താപനില ഉയരുമെന്ന് അറിയിപ്പ്. കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. ജൂൺ 8 മുതൽ ജൂൺ 12 വരെ ചൂട് ഉയരും. പകൽ താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തുടങ്ങി ക്രമേണ ഉയരും. ആഴ്ചയുടെ മധ്യത്തിൽ ചൂട് 44 ഡിഗ്രി വരെ ഉയരും. രാത്രി കുറഞ്ഞ താപനില 21 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അതേസമയം UAEയിലെ പല സ്ഥലങ്ങളിലും ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ മഴ ലഭിച്ചു. രാജ്യത്ത് മഴ പെയ്തതോടെ കനത്ത ചൂടിന് ആശ്വാസമായി. ദോഹ സ്വദേശികൾക്കും താമസക്കാർക്കും കൂടുതൽ സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മെട്രാഷ് ആപ്പിൽ പുതിയ അപ്ഡേഷനുകൾ എത്തിയിരിക്കുകയാണ്. പാസ്പോർട്ട് പുതുക്കൽ, നഷ്ടമായ പാസ്പോർട്ടിന് പകരം പുതിയവ ലഭ്യമാക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മെട്രാഷ് പാസ്പോർട്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുവാനും പുതിയ QID സ്വന്തമാക്കുവാനും കഴിയുന്ന സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെട്രാഷ് ആപ്പിലെ റെസിഡൻസി സെക്ഷനിൽ പ്രവേശിച്ചുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്താം. ഇനി നാഷണൽ ന്യൂസ്. മൂന്നാം മോദി സർക്കാർ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന് സർവേ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാജ്യത്തെ 88% ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നതായാണ് ന്യൂസ് 18 സ്വകാര്യ വാർത്താ ചാനലിന്റെ സർവേ കണ്ടെത്തൽ. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവേ നടത്തിയതെന്നും ചാനൽ വ്യക്തമാക്കി.
14,671 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. അതിൽ 88.06% പേരും മോദിയിൽ വിശ്വാസം രേഖപ്പെടുത്തി. 11.94% പേർ വിശ്വാസമില്ലെന്നും അറിയിച്ചു. മെയ് 6, 7 തീയതികളിലായിരുന്നു സർവേ നടത്തിയത്. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികൾ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. ഇൻഡോർ സ്വദേശിനി സോനമാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാത്രി ഗാസിപൂരിലെ ഒരു ധാബയിൽ സോനത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ചികിത്സയ്ക്കായി ഗാസിപൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സോനം പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് സോനം ഭർത്താവ് രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയതെന്നാണ് മേഘാലയ DGP വ്യക്തമാക്കിയത്. കൃത്യം നടപ്പിലാക്കിയ വാടക കൊലയാളികളായ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാളെ ഉത്തർപ്രദേശിൽ നിന്നും മറ്റ് 2 പേരെ ഇൻഡോറിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവിനെ കൊല്ലാൻ സോനം തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയതാണെന്നും പ്രതികൾ സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണം നേരിടുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന് എതിരായ അന്വേഷണം സുപ്രീം കോടതി ഉപേക്ഷിച്ചതായി റിപ്പോർട്ട്. രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉപേക്ഷിച്ചത് എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ഡിസംബർ 8-ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിദ്വേഷ പ്രസംഗം നടത്തിയത്. മുസ്ലിങ്ങൾക്ക് എതിരെ ജസ്റ്റിസ് യാദവ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടപടി ആവശ്യപ്പെട്ടിരുന്നു. അക്കാലത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് യാദവിന്റെ പ്രസംഗം സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഒട്ടേറെ പ്രതിസന്ധികൾ ഗവേഷകർ പൂർത്തിയാക്കിയതും തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിൻ ഉപയോഗിക്കാനുള്ള പദ്ധതി പൂർത്തീകരിച്ചതും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമായ തേജസ് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഉടൻ നടന്നേക്കും. കോടികൾ ചെലവഴിച്ച കാവേരി എഞ്ചിൻ പദ്ധതി ഒടുവിൽ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനുള്ള അനുമതി കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്ന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. GTREയുടെ ഡ്രൈ കാവേരി എഞ്ചിനാണ് തേജസിൽ ഉപയോഗിക്കുക. ഇതിന്റെ ആഫ്റ്റർ ബർണർ ഇതിനായി പരിഷ്കരിച്ചിരുന്നു. 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതൃത്വം നൽകുന്ന സഖ്യം സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത്. അഴിമതിക്കാരായ DMK സർക്കാരിനെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെന്നും 2026-ൽ തമിഴ്നാടും പശ്ചിമ ബംഗാളിലും BJP ഭരണം ഉറപ്പാണെന്നും അമിത് ഷാ മധുരയിൽ വ്യക്തമാക്കി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുതിയ ഷോറൂം തുറന്നു. പ്രയാഗ്രാജ് മേയർ ഗണേഷ് കേസർവാണി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ഡയറക്ടർ ജിഷാദ് NK, മലബാർ ഗ്രൂപ്പ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സർദാർ പട്ടേൽ മാർഗിലാണ് ഷോറൂം. ഇന്ത്യയടക്കം 13 രാജ്യങ്ങളിലായി 400-ലേറെ ഷോറൂമുകളാണ് മലബാർ ഗോൾഡ്സിനുള്ളത്. ഇനി ആൻഡ് ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.79 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.28 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 278.90 രൂപ, ഒരു ഒമാനി റിയാൽ 222.09 ഇന്ത്യൻ രൂപ. ഇനി സ്പോർട്സ്. കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുക്കുകയും പഞ്ചാബിനെ ഫൈനലിൽ എത്തിക്കുകയും ചെയ്ത ശ്രേയസ് അയ്യർ ഭാവിയിൽ ഇന്ത്യയുടെ നായകനാകുമെന്ന് റിപ്പോർട്ട്. ബാറ്റിംഗിലും മിന്നും ഫോമിലായിരുന്ന ശ്രേയസ് 17 ഇന്നിംഗ്സിൽ നിന്നും 604 റൺസാണ് നേടിയത്. ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായ പങ്ക് ഈ മുംബൈക്കാരനുണ്ട്. ടൂർണമെന്റിലെ രണ്ടാമത്തെ ഉയർന്ന റൺ വേട്ടക്കാരനായിരുന്നു. അതേസമയം ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ താരത്തെ പരിഗണിച്ചില്ലെങ്കിൽ ചില നല്ല വാർത്തകൾ വരുന്നുണ്ട് എന്നാണ് സൂചന. രോഹിത് ശർമ്മയ്ക്ക് ശേഷം നായകനാകാൻ BCCI പരിഗണിക്കുന്ന താരങ്ങൾ മുൻപന്തിയിലാണ് ശ്രേയസ് എന്നാണ് സൂചന. 17 ടെസ്റ്റും 70 ഏകദിനവും 51 T20യുമാണ് താരം ഇതുവരെ ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോസ് ഏഞ്ചൽസിലെ കുടിയേറ്റ റെയ്ഡിനെതിരായ ട്രംപ് വിരുദ്ധ പ്രതിഷേധങ്ങൾ അക്രമാസക്തം. പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒരു ഓസ്ട്രേലിയൻ റിപ്പോർട്ടർക്ക് റബ്ബർ ബുള്ളറ്റ് വെടിയേറ്റു. പ്രക്ഷോഭം നേരിടാൻ നാഷണൽ ഗാർഡ് സേന രംഗത്ത്. ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസം. സ്വേച്ഛാധിപതിയെപ്പോലെ പെരുമാറുന്ന ട്രംപ് സ്ഥാനമൊഴിയണമെന്നും ന്യൂസം. എപ്സ്റ്റീൻ ഫയലുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന എക്സിലെ വിവാദ വെളിപ്പെടുത്തൽ പോസ്റ്റ് പിൻവലിച്ച് ഇലോൺ മസ്ക്. ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US-ലേക്കുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം തിങ്കളാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വന്നു. നിരോധനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ ഹെയ്തിയിലെ പൗരന്മാരും. യൂറോപ്പിലെ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത കാറ്റും മഴയും മിന്നലും. വിക്ടോറിയയിലെ ആൽപൈൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയ 13 വാഹനയാത്രക്കാരെ രക്ഷപ്പെടുത്തി.
ദുബായിലെ 40 സ്ഥലങ്ങളിൽ വേനൽക്കാല ഗതാഗത നവീകരണ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ബഹ്റിനിലെ അടുത്ത ആഴ്ച മുഴുവൻ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. മൂന്നാം മോദി സർക്കാർ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന് സർവേ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാജ്യത്തെ 88% ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നതായി ന്യൂസ് 18 വാർത്താ ചാനലിന്റെ സർവേ. ഈ ബുള്ളറ്റിൻ ഇംഗ്ലീഷ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.